السلام عليكم ورحمة الله وبركاته. الحمد لله الواحد القهار العزيز الغفار مكور الليل على النهار ما شاء الله كان. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه المجيد: أعوذ بالله السميع العليم من الشيطان الرجيم. وعد الله المنافقين والمنافقات والكفار نار جهنم خالدين فيها هي حسبهم ولعنهم الله ولهم عذاب മുഖീം. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി രഹസ്യ പരസ്യ ജീവിതത്തിൽ വിശുദ്ധരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ മസീഹുദ് ദജ്ജാലിനേക്കാൾ മുസ്ലിങ്ങൾ ഭയപ്പെടേണ്ടത് നിഫാഖിനെയാണെന്ന പ്രവാചകന്റെ വചനം ശ്രദ്ധേയമാണ്. അതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് തുടർന്ന് ഈ ആഴ്ച സംസാരിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ബാക്കി ഭാഗം ഒരല്പം കൂടി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ലോകം ഉണ്ടായ കാലം മുതൽ പ്രവാചകന്മാർ സമൂഹത്തിൽ പ്രബോധനം ആരംഭിച്ചത് മുതൽ 3 വിഭാഗം ആളുകൾ സമൂഹത്തിൽ ഉണ്ടാവാറുണ്ട്. ഒന്ന്, വിശുദ്ധ ഖുർആൻ നിങ്ങൾ തുറന്നാൽ സൂറത്തുൽ ബഖറ ആരംഭിക്കുന്നത് മുഅ്മിനീങ്ങളെക്കുറിച്ച്, മുത്തഖീങ്ങളെക്കുറിച്ചാണ്. വിശുദ്ധ ഖുർആനിൽ മുത്തഖീങ്ങളെക്കുറിച്ച് സൂറത്തുൽ ബഖറയിൽ 4 ആയത്താണ് അള്ളാഹു ഉപയോഗിച്ചത്. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി തുടങ്ങി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ തുടങ്ങിയ 4 ആയത്താണ് അള്ളാഹു മുത്തഖീങ്ങളെക്കുറിച്ച്, മുഅ്മിനീങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അള്ളാഹു അവതരിപ്പിച്ചത്. തുടർന്ന് അള്ളാഹു പറയുന്നത് കാഫറുകളെ കുറിച്ചാണ്. ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം 2 ആയത്താണ് അള്ളാഹു കാഫറുകളെ കുറിച്ച് സംസാരിക്കാൻ ഉപയോഗിച്ചത്. 19 ആയത്താണ് മുനാഫിഖീങ്ങളെ കുറിച്ച് അള്ളാഹു ചർച്ച ചെയ്യാൻ അൽ ബഖറയിൽ ഉപയോഗിച്ചത്. 19 ആയത്ത്. ഈ അവതരണ ശൈലിയും തന്നെ വിഷയത്തിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാവും. കാരണം മുത്തഖീങ്ങൾക്ക് വേണ്ടി 4 ആയത്താണ് ഉപയോഗിച്ചതെങ്കിൽ കാഫറുകൾക്ക് വേണ്ടി അള്ളാഹു 2 ആയത്ത് ഉപയോഗിച്ചു. മുനാഫിഖീങ്ങൾക്ക് വേണ്ടി 19 ആയത്ത് അൽ ബഖറയിൽ അള്ളാഹു തുടർന്ന് പറയുന്നു. അപ്പോൾ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാരായ ആളുകൾ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് ഇഖ്ലാസില്ലെങ്കിൽ ഫലാ തത്വ, ഒരു പ്രവർത്തനത്തിലും അധ്വാനിക്കേണ്ട. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഇഖ്ലാസില്ലെങ്കിൽ ഫലാ തത്വ, പണിയെടുക്കേണ്ട, അള്ളാഹിന്റെ മാർഗത്തിൽ നിസ്കരിക്കും വേണ്ട.
ലോകത്ത് എത്രയോ ആളുകൾ ഒരുപാട് നമസ്കരിക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ ഉംറ നിർവഹിക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ ഹജ്ജ് നിർവഹിക്കുന്നുണ്ട്. എന്നിട്ടൊന്നും മനുഷ്യൻ നന്നാവുന്നില്ല. എന്താ കാരണം? ഉള്ളിൻ്റെ ഉള്ളിൽ നിഫാഖാണ്. എത്ര ഖുർആൻ പഠിച്ചാലും എത്ര ഖുർആൻ കേട്ടാലും നന്നാവില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിഫാഖ് എന്ന് പറയുന്ന വൈറസ് ഉണ്ട്. ആ വൈറസിന് നമ്മൾ തഖ്വയാകുന്ന ആന്റിബയോട്ടിക് കൊടുത്ത്, ഖൗഫാകുന്ന ആന്റിബയോട്ടിക് കൊടുത്ത് മനസ്സിൽ നിന്ന് ഉന്മൂലനം ചെയ്യണം. അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൻ നിഫാഖ്, പടച്ചോനെ എൻ്റെ മനസ്സിനെ നീ നിഫാഖിൽ നിന്ന് ശുദ്ധീകരിക്കണം. ആരാ പ്രാർത്ഥിക്കുന്നത്? എന്താ പ്രാർത്ഥിച്ചത്? നമ്മളാരെയും പ്രാർത്ഥിക്കലുണ്ടോ? അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൻ നിഫാഖ്, എൻ്റെ കൽബ് നിഫാഖിൽ നിന്ന് പടച്ചോനെ ശുദ്ധീകരിക്കണം. വ അമലി മിനർ റിയാ, രണ്ടാമത്തെ കാര്യം അതാണ്. ജനങ്ങളെ കാണിക്കുവാനുള്ള എൻ്റെ പ്രവർത്തനം, അതിൽ നിന്ന് എൻ്റെ പ്രവർത്തനങ്ങളെ ശുദ്ധീകരിക്കണം. നമ്മളൊക്കെ സാധാരണ ജനങ്ങൾ കാണുമ്പോൾ നല്ല ഉത്സുകരാണ്, വളരെ മനോഹരമായ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യും. ആരും കാണുന്നില്ലെങ്കിൽ, ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഹറാമിലേക്ക് പോവുകയും നമ്മൾ നന്മയിൽ നിന്ന് ബ്രേക്ക് ചെയ്യുകയും ചെയ്യും. അതൊക്കെ മുനാഫിക്കുകളുടെ അടയാളമാണ്. ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടി അഅ്മാലു സാലിഹാത്ത് നല്ലോണം ചെയ്യും. പക്ഷെ അതൊന്നും അള്ളാഹുവിൽ കബൂലാവില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇഖ്ലാസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരമലും ചെയ്യണ്ട എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല മുനാഫിഖീങ്ങളെയൊക്കെ അള്ളാഹു ഇത്തരം ആളുകളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത്. ലോകമുണ്ടായത് മുതൽ പിന്നെ എന്തിനാ മുനാഫിഖീങ്ങൾ ഇവിടെ പ്രവർത്തിക്കുക? അതും അല്ല പറയുന്നുണ്ട്. ഓരുടെ പ്രവർത്തനം എന്തിനാണ്? ഒരു ദുനിയാവിൽ എന്തിനാണ് ജീവിക്കുന്നത്? അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, ഫസ്തംതഉ ബി ഖലാഖിഹിം, അവർക്ക് അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങൾ കൊണ്ട് സുഖം അനുഭവിച്ചു. അപ്പൊ സുഖം അനുഭവിക്കലാണ് മുനാഫിഖീങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഒരു അജണ്ട അതാണ്. ദുനിയാവിലെ സുഖങ്ങളെല്ലാം അനുഭവിച്ച് ജീവിക്കുക, അതാണ് ഒരു അജണ്ട. അതാണ് ഖുർആൻ പറഞ്ഞത്, ഫസ്തംതഉ ബി ഖലാഖിഹിം. പൂർവികരായ മുനാഫിക്കുകളെല്ലാം അവർക്ക് അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങൾ, സമ്പത്ത്, ആരോഗ്യം, മക്കൾ, മുതൽ, ഇതൊക്കെ വെച്ചുകൊണ്ട് അവർ സുഖിച്ചു. അതുകൊണ്ട് അല്ലാഹു പറയാ, ഫസ്തംതഉ ബി ഖലാഖിക്കും, നിങ്ങൾ, അതായത് നിങ്ങൾ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിന്റെ ഉമ്മത്തും എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ സുഖിക്കുന്നു. അതിന്റെ ഇടയിൽ നിങ്ങൾ കുറച്ച് ഉംറയും ഹജ്ജും നിസ്കാരവും ഒക്കെ ഉണ്ടാവും. അതൊന്നും ഖുർആൻ പഠനമൊക്കെ ഉണ്ടാവും. പക്ഷെ ഒന്നും അള്ളാഹുവിൽ കബൂലാകും വിധം മയ്യത്തിന്റെ കൂടെ കൊണ്ടുപോകാൻ ഉണ്ടാവില്ല. അതിന്റെ തുടർന്നല്ല പറഞ്ഞാൽ എന്താ അറിയോ? വഖുലുത്തും കല്ലദീ ഖാലു, അവരൊക്കെയും തമ്മാടിത്തത്തിൽ മുഴുകിയതുപോലെ നിങ്ങളും തമ്മാടിത്തത്തിൽ മുഴുകും. സന്ദർഭം കിട്ടിയ അപ്പം തമ്മാടിത്തത്തിൽ മുഴുകും. മുനാഫിക്കുകളുടെ അടയാളമാണ്. അവസരം കിട്ടിയ അപ്പം തമ്മാടിത്തത്തിൽ മുഴുകും. വല്ലാത്തൊരു വാക്കല്ലേ. എന്നിട്ട് പറയാ, ഉലായിക ഹബിത്തത്ത് അഅ്മാലുഹും ഫിദ്ദുനിയ വൽ ആഖിറ, അവരുടെ ഇഹത്തിലും പരത്തിലും അവർ ചെയ്ത എല്ലാ പ്രവർത്തനവും തകർന്നു പോയിട്ടുണ്ട്. ഇനിയൊന്നുമില്ല ഓല കയ്യിൽ. സൂറത്ത് തൗബയിൽ അല്ലാഹു പറഞ്ഞു, ഉലായിക ഹുമുൽ ഖാസിറൂൻ, അവർ രണ്ട് ലോകവും പരാജയപ്പെട്ടവരാണ്. ഒന്നും ഉണ്ടാവില്ല, വട്ടപൂജ. ഓല എത്ര നിസ്കരിച്ചാലും നന്നാവില്ല, നോമ്പ് വെച്ചാലും നന്നാവില്ല, ഉംറക്കുവാൽ നന്നാവില്ല, അജ്ജിനുവാൽ നന്നാവില്ല. അതേപടി നിൽക്കും, ഒരു മാറ്റവും ഉണ്ടാവില്ല. സ്വഭാവത്തിൽ മുസ്ലിങ്ങളെ അല്ലാഹു പറഞ്ഞെന്താ അറിയോ? വളരെ മനോഹരമായി അള്ളാഹു ഖുർആനിൽ ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഇവരുടെ സ്വഭാവങ്ങളൊക്കെ നമുക്ക് കേട്ടു നോക്കാം. ആദ്യം അള്ളാഹു പറഞ്ഞെന്താ അറിയോ? മുനാഫിക്കീങ്ങൾ ആണുങ്ങൾ മാത്രമല്ല, മുനാഫിക്കീങ്ങൾ പെണ്ണുങ്ങളുണ്ട്. അല്ലാഹു പറയാ, വഅദല്ലാഹുൽ മുനാഫിഖീന വൽ മുനാഫിഖാത്ത്, കപടവിശ്വാസികളായ പുരുഷന്മാർക്കും കപടവിശ്വാസിനികളായ സ്ത്രീകൾക്കും അള്ളാഹു ഗ്യാരണ്ടി ചെയ്ത് ഉറപ്പ് നൽകുകയാണ്. അള്ളാഹു ഗ്യാരണ്ടി നൽകിയിരിക്കുന്നു. എന്തിന്? വൽ കുഫാർ, കാഫറുകൾ. ഇപ്പൊ 3 വിഭാഗമായി. ഒന്ന് മുനാഫിക്കായ പുരുഷൻ, മുനാഫിക്കത്തായ പെണ്ണ്, വൽ കുഫാർ. കുഫാറാണ് അള്ളാഹിനെ നിഷേധിക്കുന്നത്. അള്ളാഹിനെ അംഗീകരിക്കുന്നവരല്ല മുനാഫിക്കുകൾ, ഓരും കുഫാറാണ്. വാദല്ലാഹുൽ മുനാഫിഖീന വൽ പക്ഷെ ഒരു നിസ്കരിക്കും, ഒരു ഉംറക്ക് പോവും, ഒരു ഹജ്ജിന് പോവും, ഒരു എല്ലാ സൽക്കർമ്മങ്ങളിലും ഉണ്ടാവും, ഒരു നിരന്തരമായി മുസ്ലിങ്ങളുടെ കൂടെ ഉണ്ടാവും, അവ്വൽ സഫിൽ വരെ ഉണ്ടാവും. റസൂലുള്ളാഹിന്റെ കാലത്ത് മുനാഫിഖീങ്ങൾ അവ്വൽ സഫിൽ വരെ ഉണ്ടാവും. പക്ഷെ അള്ളാഹ് പറയാ, ഞാൻ ഉറപ്പ് കൊടുത്തിരിക്കുന്നു, വാദല്ലാഹുൽ മുനാഫിഖീന വൽ മുനാഫിഖാത്ത് വൽ കുഫാർ. എന്ത് ഉറപ്പ് കൊടുത്തു? നാറ ജഹന്നം, ജഹന്നം എന്ന് പറയുന്ന നരകം ഉറപ്പാ. മരിച്ചാൽ മതി.
ഇങ്ങനെ അങ്ങോട്ട് മരിച്ചാൽ ഉറപ്പാ. ഖാലിദീന ഫിഹ, ആ നരകത്തിൽ അവർ ശാശ്വതവാസികളാണ്. ഹിയ ഹസ്ബുഹും, അത് അവർക്ക് മതിയായ ശിക്ഷയാണ്. പോരാ, അതിന് പുറമെ നരകം കൊടുത്തതിന് പുറമെ പോലെ അനഹുമുള്ള, അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. ഈ കാപ്പറ്റ്യ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആളുകൾ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഓലഹും അദാബുൽ മുഖീം, അവർക്ക് മുറിയാത്ത ശിക്ഷ ഉണ്ട്, ഒരിക്കലും നിർത്താത്തൊരു ശിക്ഷ. അതാണ് മുനാഫിഖ്. അപ്പൊ അതുകൊണ്ടാണ് റസൂലുള്ള പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ തഹ്ഹിർ കൽബി മിനൻ നിഫാഖ്, പടച്ചോനെ കൽബിൽ നിഫാഖ് വരുന്നതിൽ നിന്ന് എന്റെ കൽബിനെ നീ ശുദ്ധീകരിക്കണേ. പിന്നെ അമലി മിനർ റിയാൽ, ജനങ്ങളെ കാണിക്കാനുള്ള പ്രവർത്തനം ഞാൻ ചെയ്യുമ്പോൾ എന്റെ പ്രവർത്തനത്തിൽ നിന്ന് അത് മറിച്ചു മാറ്റുകയും നന്മയിലേക്ക് എന്റെ പ്രവർത്തനങ്ങളെ മാറ്റിത്തരുകയും ചെയ്യണമേ. ഐനി മിനൽ ഖിയാന, മുനാഫിഖുകളുടെ മറ്റൊരു അടയാളം എന്താ അറിയോ? ഒരെ കണ്ണെപ്പോഴും വഞ്ചകന്മാരുടെ കണ്ണായിരിക്കും. ഒരെപ്പോഴും നോക്കുക കാണാൻ ഒരു വഞ്ചനയുടെ കണ്ണുണ്ടാവും. ആരെയെങ്കിലും ചതിക്കുക, അത് അവർക്ക് വലിയ സന്തോഷമാണ്. ഓല് വിശ്വസിക്കാൻ കൊള്ളൂല. ഓലെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓലെ കണ്ണിലത് ഉണ്ടാവും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അതിൽ നിന്ന് എന്നെ വഞ്ചനയുടെ കണ്ണിൽ നിന്നും പടച്ചോനെ എന്നെ നീ ശുദ്ധീകരിക്കണം. ആരെ? അഷ്റഫുൽ ഖൽഖിനെ, ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഏറ്റവും മുൽക്കിട്ടനായ റസൂലിനെ പ്രാർത്ഥിക്കുകയാണ്, നിഫാഖിൽ രക്ഷപ്പെടുത്തണം. ജനങ്ങളെ കാണിക്കുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ശുദ്ധീകരിക്കണം. എന്റെ കണ്ണ് വഞ്ചനയിലേക്ക് നീങ്ങുമ്പോൾ അതിൽ നിന്ന് ശുദ്ധീകരിക്കണം. കാരണം ഫൈനക്ക് തൈലമു ഹായിനത്തല്ലായി, കണ്ണിന്റെ കള്ളനോട്ടം അള്ളാഹുവെ നിനക്കറിയാം. ഓമാ തുഖ്ഫി സുദൂർ, എന്റെ ഹൃദയത്തിൽ ഞാൻ ഒളിപ്പിച്ചു വെക്കുന്നു. എന്റെ ഹൃദയത്തിൽ ഞാൻ എന്തെല്ലാം ഒളിപ്പിച്ചു വെക്കുന്ന അള്ളാഹുവെ നിനക്കറിയാം. എന്റെ കണ്ണിന്റെ കള്ളനോട്ടം നിനക്കറിയാം. അതുകൊണ്ട് എന്റെ പ്രവർത്തനങ്ങളും എന്റെ കൽബിനെയും എന്റെ കണ്ണിനെയും എന്റെ അമലിനെയും അള്ളാഹുവെ നീ ശുദ്ധീകരിക്കണം. റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന വളരെ മനോഹരമായ പ്രാർത്ഥന അല്ലേ? കാരണം സഹാബത്തെല്ലാം ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് നിഫാഖിനെയാണ്. അബൂ മുലൈക്ക, അദ്ദേഹം താബി പണ്ഡിതനാണ്. താബി പണ്ഡിതനായ അദ്ദേഹം പറയാണ്, ഞാൻ 40ഓളം സഹാബത്തിനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ 40ഓളം സഹാബത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെല്ലാവരും എന്താ ചെയ്തു അറിയോ? അവർക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു. കുല്ലുഹും യഖാഫൂന നിഫാഖ്, എല്ലാവരും നിഫാഖിനെ ഭയപ്പെട്ടവരാണ്. അദ്ദേഹം പറയുന്നത്, അദ്റക്തു സലാസീന മിൻ അസ്ഹാബിൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 30ഓളം സഹാബത്തുമായി ഞാൻ സഹവസിച്ച് ജീവിച്ചിട്ടുണ്ട്. കുല്ലുഹും യഖാഫൂന നിഫാഖ്, ആ സഹാബത്തെല്ലാം, ആരാ സഹാബത്ത്? ഈമാന്റെ നിറകുടമായ അവര് എല്ലാവരും ഭയപ്പെട്ടത് കാപ്പറ്റ്യത്തെയാണ്. അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ അഖാഫു അലാ ഹാദിഹിൽ ഉമ്മ, ഞാൻ എന്റെ ഉമ്മത്തിൽ ഭയപ്പെടുന്നത് ആരെയാണ്? കുല്ല മുനാഫിഖിൻ, കപടവിശ്വാസികളെയാണ് ഞാൻ ഭയപ്പെടുന്നത് നിന്റെ ഉമ്മത്തിൽ. എന്താ പ്രത്യേകത? ഓരെപ്പോഴും യതകല്ലമു ബിൽ ഹിക്മ, വളരെ മനോഹരമായ തത്വങ്ങൾ പ്രസംഗിക്കും. വയഅമലു ബിൽ ജൗർ, അവർ അക്രമം പ്രവർത്തിക്കുകയും ചെയ്യും. നല്ല നല്ല മനോഹരമായ കാര്യങ്ങൾ പ്രസംഗിക്കും, പക്ഷെ പ്രവർത്തനം അക്രമാവും, ഇസ്ലാമിനെതിരായിരിക്കും. എവിടെ ഇസ്ലാമിനെ തകർക്കാൻ കഴിയും അവിടെ അവരുണ്ടാവും. ഇസ്ലാമിന് എവിടെയെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ കഴിയുമോ അതിനവര് അവരുടെ കയ്യും മെയ്യും മറന്നവർ പ്രവർത്തിക്കും. അള്ളാന്റെ മാർഗം തകർക്കുക എന്നത് ഈ മുനാഫിഖുകളുടെ ഏറ്റവും വലിയ അജണ്ടയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്. ഇനി നിങ്ങൾ അറിയേണ്ടത്, ഇവരെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞെന്താ അറിയോ? വല്ലാത്ത അത്ഭുതകരമായ വാക്കാ ഖുർആൻ ഉപയോഗിച്ചത്. അവരാരാണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു പറയാൻ, നിങ്ങൾ അവരെ കണ്ടാൽ അവരുടെ രൂപം, മുനാഫിഖുകളുടെ രൂപം അല്ലാഹു പറയാം, വൈദാ റഅയ്തഹും തൂജിബുക അജ്സാമുഹും, അവരെ നിങ്ങൾ കണ്ടാൽ അവരുടെ ശരീരഘടന വളരെ മനോഹരമായിരിക്കും, കാണാൻ അഴകുള്ള ശരീരഘടനയായിരിക്കും കേട്ടോ. പിന്നെ യഖൂലു തസ്മഉ ഖൗലിഹിം, അവർ വല്ലതും സംസാരിച്ചാൽ തരിച്ചു നിന്നു പോകും. അവർ ചെയ്ത പ്രവർത്തനങ്ങൾ കേട്ടാൽ, അവരുടെ പ്രവർത്തനങ്ങൾ കേട്ടാൽ, അവരുടെ പ്രസംഗങ്ങൾ കേട്ടാൽ തരിച്ചു പോകും. മനോഹരമായ കാഴ്ചപ്പാടില്ല നടക്കുക. ഇത് സൂറത്തുൽ മുനാഫിഖൂനിൽ അല്ലാഹു പറയാം. സംസാരിക്കുമ്പോഴേ ആരും തരിച്ചു പോകും. ഇയാൾ ഇത്രയും നല്ലൊരു മനുഷ്യൻ, ഇയാളെ കൊണ്ടാണ് ഞാൻ തെറ്റിദ്ധരിച്ചത്, ഇത് നമ്മൾ തന്നെ തെറ്റിദ്ധരിച്ചു. ഇല്ല, അങ്ങനത്തെ ആൾക്കാരുടെ നിങ്ങൾ ബന്ധപ്പെടില്ലേ? ഇതൊക്കെ അല്ലാഹു പറയാം. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലിൽ മുറായി അർബഉ അലാമാത്ത്, ഈ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് 4 അടയാളമുണ്ട്. 4 അടയാളം, അത് മുനാഫിഖിന്റെ അടയാളമാണ്. ഒന്നാമത്തെ അടയാളം, യക്സലു ഇദാകാന വഹദ, അവൻ ഒറ്റക്ക് നിന്നാൽ ഭയങ്കര മടിയനായിരിക്കും.
ഒറ്റക്ക് നിന്നാൽ ഭയങ്കര മടിയാണ്. ഓ എൻഷത്തു ഇതാക്കാന ഫിന്നാസ്, ജനങ്ങൾക്കിടയിൽ നിന്ന ഭയങ്കരമായ പ്രവർത്തന ശ്രമത ഉള്ളവനായിരിക്കും, മനോഹരമായ പ്രവർത്തനം. ഓനെപ്പോലെ പ്രവർത്തിക്കുന്ന, ഒറ്റക്ക് നിന്നാൽ ഒന്നും ചെയ്യില്ല, അവിടെ നിന്ന് നിൽക്കും, മടിയനാ. ഓ യസീദു ഫിൽ അമലി ഇതാ ഉസ്നി അലൈഹി, ഓനെ പ്രശംസിച്ചാൽ അപ്പം യസീദു ഫിൽ അമൽ, പ്രവർത്തനം ഭയങ്കര വർദ്ധിക്കല. നിങ്ങൾ മാത്രമാട്ടത്, നിങ്ങൾ ഉണ്ടാനെ കൊണ്ടാട്ടത് കഴിച്ചിലായി പോയത് എന്നൊക്കെ പറഞ്ഞാൽ മതി. പിന്നെ ഓനെ പിടിച്ചാൽ കിട്ടൂല, അപസ്മാര രോഗിനെ പിടിച്ചാൽ കേട്ടോ. ഇതൊക്കെ നമുക്ക് വരുന്നുണ്ടോ നോക്കിയാൽ മതി. പിന്നെ ഓ എൻകുസു ഇതാ ഉമ്മ, തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ മൂപ്പയുടെ പ്രവർത്തനമൊക്കെ ബ്രേക്കാവും, പിന്നെ ചെയ്യില്ല. ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ മതി, ഇന്ന് നിങ്ങൾ ചെയ്ത് തെറ്റാന്ന് പറഞ്ഞാൽ അപ്പം പ്രവർത്തനം ബ്രേക്കായി. ഇനി നമ്മളില്ല, നിങ്ങളായിക്കോളി, നമ്മളില്ല. അങ്ങനെ നിങ്ങൾക്ക് എത്ര വട്ടം വന്നിട്ടുണ്ടാവും ഇല്ലേ? നമ്മളില്ല, നിങ്ങളായിക്കോളി. നമ്മളുണ്ടായിട്ടല്ലേ വലിയ ബുദ്ധിമുട്ട്, നമ്മളില്ല പോരെ. ഇതാണ് മുനാഫിക്കിന്റെ മഹാനായ അലി അള്ളാഹു പറഞ്ഞ് അത്ഭുതപ്പെട്ടു അല്ലേ, ചിന്തിച്ചു പോവും. ഇനിയോ ഖുർആൻ പറയാനും, അവര് നമസ്കരിക്കാൻ നിന്നാൽ ഈ മുനാഫിക്കങ്ങൾ, അവർക്ക് നരകം എഗ്രി ചെയ്തല്ലോ. അപ്പൊ അതുകൊണ്ട് അല്ല പറയാണ്, ഒരു നിസ്കരിക്കാൻ നിന്നാൽ ഓലെ ഹാലെന്താന്ന് അല്ല പറഞ്ഞത് അറിയോ? നിങ്ങൾ അവരെ കണ്ടാൽ, ഒരു നിസ്കരിക്കാനോട് നിന്നാൽ, ഇതാ കാമു ഇല സലാത്ത്, നമസ്കരിക്കാൻ നിന്നാൽ കാമു കുസാല, മടിയന്മാരായി. അതുവരെ നല്ല ആരോഗ്യത്തോട്ട് ഉന്മേഷത്തോടുകൂടി നിന്നാളാ, നിസ്കരിക്കാൻ കഴിയട്ടെ അപ്പം മടിയനായി. പിന്നെ കൂട്ടുവായിട്ടലൊടുങ്ങി, കുപ്പായം നന്നാക്കലൊടുങ്ങി, കോൾഡ് നന്നാക്കലൊടുങ്ങി, ചൊറിയിലൊടുങ്ങി, മാന്തലൊടുങ്ങി, യാതൊരു ബന്ധവും ഉണ്ടാവില്ല ഈ പറയാൻ പോണ കാര്യമായിട്ട്. അതുകൊണ്ടാണ് ഇതാ കാമു ഇല സലാത്തി കാമു കുസാല അല്ല പറയാം. യുറാവുനാസ്, എന്നാൽ അവരുടെ എല്ലാ നിസ്കാരവും ഒക്കെ ജനങ്ങളെ കാണിക്കാനായിരിക്കും. ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഒരു സുജൂദ് ചെയ്യുന്നത്, ജനങ്ങളെ കാണിക്കുന്നതിനാണ് ഒരു റുക്കൂ ചെയ്യുന്നത്, ജനങ്ങളെ കാണിക്കുന്നതിനാണ് ഒരു പ്രാർത്ഥിക്കുന്നത്, ജനങ്ങളെ കാണിക്കാനാണ് ഒരു ദിക്ർ ചെയ്യുന്നത്. അവരുടെ അമലെല്ലാം അങ്ങനെയാണ്. എന്നിട്ടുള്ള പറയാ വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ, ഈ പ്രവർത്തനങ്ങളിലൊക്കെ ദിക്ർ ചെയ്താലും നിസ്കരിച്ചാലും ഉംറയ്ക്കായാലും ഹജ്ജിന് പോയാലും ഒക്കെ വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, വളരെ കുറച്ച് മാത്രമേ അള്ളാനെ ഓർക്കുള്ളൂ. അള്ളാനെ ഓർക്കുന്ന പരിപാടി ഉണ്ടാവില്ല. ഉണ്ട് ഇനി ഉള്ള അത്തരം ആളുകൾക്കാണ് അള്ളാഹു നരകം എന്താക്കിയത്, ഓർപ്പിച്ചു. അള്ളാഹ് പറയാം, നമ്മളുടെ ഈ മുനാഫിഖീങ്ങളുടെ ദുനിയാവിലെ മറ്റൊരു സ്വഭാവം, അൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്തു ബഅ്ലുഹും മിൻ ബഅ്ൽ, മുനാഫിഖീങ്ങളായ ആണുങ്ങളും മുനാഫിഖീങ്ങളായ പെണ്ണുങ്ങളും പരസ്പരം ഭയങ്കര ബന്ധമായിരിക്കും. അതുപോലെ എപ്പോഴും ഫോണിലായാലും വാട്സപ്പിലായിരുന്നാലും എപ്പോഴും ബന്ധപ്പെട്ടു കൊടുക്കും, നിരന്തരം. കാരണം ഓർക്ക് പറയാനുള്ള നല്ല കാര്യങ്ങളല്ല, അതുകൊണ്ട് ഒരു നിരന്തരമായി ബന്ധപ്പെടും കേട്ടോ. ഇത് അള്ളാഹ് പറയാം. പിന്നെ ഓലെ പ്രവർത്തനം യഅ്മുറൂന ബിൽ മുൻകർ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൽപ്പിക്കുക. ഈ മുനാഫിഖീങ്ങൾ ദുരാചാരങ്ങളാണ്. നമുക്ക് അവിടെ പോകണം, നമുക്ക് ഇവിടെ പോകണം, നമുക്ക് അത് ചെയ്യണം, നമുക്ക് മഞ്ഞ കല്യാണം നടത്തണം, നമുക്ക് പച്ച കല്യാണം നടത്തണം. മനസ്സിലായി? മോളെ കല്യാണം വെറുതെ അങ്ങനെ നടത്തിയാൽ പോരാ. ഓലാരും പറയുമ്പോൾ അല്ല, മൗലവി പറയുമ്പോൾ നിങ്ങൾ കേൾക്കണ്ട, ഖുർആനിലൊക്കെ തന്നെ പലതും ഉണ്ട്. അതിന്റെ മുമ്പുള്ള ആൾക്കാരൊക്കെ അങ്ങനെ ഇതില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോളെ കല്യാണത്തിന് അത് കൊടുത്തില്ല എന്തൊക്കെയോ പറയും. നമ്മക്ക് ചെയ്താൽ പോരെ. പിന്നെ റസൂലുള്ളാഹിനെ അതിന്റെ മുകളിലേക്ക് കയറ്റിക്കൊണ്ടിരുന്നത് എല്ലാ തോന്നിയ മഞ്ഞ കല്യാണം പച്ച കല്യാണം പിന്നെന്താണ് ബത്തിലെട്ടോ, ഇതൊക്കെ നടത്തണം. ഇതൊക്കെ ഉണ്ടോ കല്യാണത്തിന്? നിക്കാഹിന് ബത്തിലെത്തുണ്ടോ? ഇതെങ്ങനെ വന്നു നമുക്ക്? എനിക്കറിഞ്ഞൂടാ അതിന്റെ ചരിത്രം. ഏതായിരുന്നാലും ഓലെപ്പോഴും അനാചാരം കൽപ്പിക്കുകയും യൻഹൗന അനിൽ മുൻകർ, എല്ലാ സദാചാരവും നിരോധിക്കും. നല്ല കാര്യങ്ങൾ, ഇസ്ലാമിക വേഷം വേണ്ടട്ടോ. കണ്ടാൽ തന്നെ അന്നപ്പത്തന്നെ കണ്ട 50 വയസ്സ് വന്നു. എന്തിനാ താടി വെച്ചത്? വല്യാപ്പൻ്റെ മാതിരി അയക്കണം എന്നൊക്കെ പറയും. എല്ലാ ആചാരങ്ങളെയും നിരോധിക്കും, എല്ലാ ദുരാചാരങ്ങളെയും കൽപ്പിക്കും. എന്തെല്ലാം മെഹന്തിയോ എന്തൊക്കെ അല്ലേ കല്യാണത്തിനല്ലേ, ശനിയാഴ്ച ഇല്ലേ, അതിന് പ്രത്യേക ഡ്രസ് കോഡുകൾ അല്ലേ, ഇതൊക്കെ കൽപ്പിക്കുകയും അതൊക്കെ വാങ്ങാൻ പോവുകയും അതിന് പ്രത്യേക പെണ്ണുങ്ങളുണ്ട്. അതാ വേറെ രസം. ഇതൊക്കെ സെലക്ട് ചെയ്യാൻ അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഇമാമുണ്ട്. ഓളാണ് അതിന് ഏറ്റവും ബെസ്റ്റ് കണ്ടിട്ട് ഓളെ പൊന്തിക്കും. എന്നിട്ട് ഓളെ കെയർ ഓഫിലാണ്, ഓളെ ലീഡർഷിപ്പിലാണ് ഇതൊക്കെ നടക്കുക. അതാണ് അള്ളാഹ് പറഞ്ഞത്. എന്ത്? അൽ മുനാഫിഖൂന എന്ന് പറഞ്ഞ് നിർത്തിയില്ല, വൽ മുനാഫിഖാത്ത്, കപട വിശ്വാസികളായ ആണും പെണ്ണും, ബഅ്ലുഹും മിൻ ബഅ്ൽ, അവർ പരസ്പരം ബന്ധുക്കളാണ്.
യഅ്മുറൂന ബിൽ മുൻകർ അവർ ദുരാചാരം കൽപ്പിക്കും, വയൻഹൗന അനിൽ മഅറൂഫ് സദാചാരം നിരോധിക്കും, പിന്നെ വയഖ്ബിലൂന ഐദിയഹും അവരുടെ കൈ പിടിച്ചു വെക്കും. എന്ന് പറഞ്ഞാൽ സക്കാത്ത് കൊടുക്കേണ്ടടുത്ത് എത്തിയാൽ ഒരു 50 ഉറുപ്പിക കൊടുക്കേണ്ട സ്ഥാനത്ത് 10 ഉറുപ്പിക കൊടുക്കുള്ളൂ. പൈസ കൊടുക്കുന്നിടത്ത് എത്തിയാൽ മുനാഫിക്കുകൾ അപ്പം നിർത്തും, ഒരപ്പം കൈ കെട്ടിക്കാളും. അതുവരെ ഭയങ്കര വയല. ഇതിൽ നമ്മൾ പൊടുവ നോക്കിയാൽ മതി കേട്ടോ. നമുക്ക് ഗ്യാരണ്ടി ഉണ്ട് സ്വർഗത്തിന് നരകത്തിന് കേട്ടോ. യഖ്ബിലൂന ഐദിയഹും എന്നിട്ടോ അവരുടെ ജീവിതം നസുല്ല അവർ അള്ളാനെ മറന്നാ ജീവിക്കുക. അവരൊരിക്കലും അള്ളാൻ ഓർക്കാറില്ല. നിസ്കരിക്കലുണ്ടാവും, അള്ളാൻ ഓർക്കൂല. ഉംറക്ക് ഉണ്ടാവും, പക്ഷെ അള്ളാൻ ഓർക്കൂല. എന്നിട്ട് അല്ല പറയാ ഫന്നസിയഹും അത് കാരണത്താൽ അള്ളാഹുവിനെ അവർ മറന്നു, അത് കാരണത്താൽ അള്ളാഹു അവരെയും മറന്നു. എന്നിട്ട് അല്ല പറയാ ഇന്നൽ മുനാഫിഖീന ഹുമുൽ ഫാസിഖൂൻ മുനാഫിഖീങ്ങൾ 2 ലോകത്തും തമ്മാടികളാണ്. എന്താ അള്ളാന്റെ എതിർപ്പ്? ആ ആയത്തൊക്കെ നോക്കിയാൽ ഇന്നൽ മുനാഫിഖീന ഹുമുൽ ഫാസിഖൂൻ. ഫാസിഖ് എന്ന് പറഞ്ഞാൽ തമ്മാടിയാണ്, ഭയങ്കര തമ്മാടിയാണ് അള്ളാന്റെ കാഴ്ചപ്പാട്. നമ്മളെ കാഴ്ചപ്പാടിൽ ആരാ തമ്മാടി? മഗ്രിബാവുമ്പോൾ കുറെ കഞ്ചാവും ലഹരിയും ഓല് വേറെ തമ്മാടിയാണ് അല്ലേ? കള്ളും കഞ്ചാവും പെണ്ണുമായിട്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്, ഓലും തമ്മാടികളാണ്. പക്ഷെ ഓരേക്കാൾ വലിയ തമ്മാടി പള്ളി കയറി ഇടങ്ങുണ്ടാക്കണവരാ കേട്ടോ. കാരണം ഓലെ നമ്മൾ ലഹരിയുടെ ആളുകളായിട്ട് വിട്ടേക്കും. ഇവരിവിടെ എടുക്കുന്ന പണി നമുക്ക് അറിയാൻ കഴിയില്ല. ഇവർ നമ്മളെ കൂടുതലുണ്ടാകുക. ഇവർ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി വരുന്ന വൈറസാണ്. അതുകൊണ്ടാണ് അള്ളാന്റെ സഹാബത്തൊക്കെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് നിഫാക്കിനെ. മനസ്സിലായി? അതുകൊണ്ട് ഓരോ നിസ്കാരപ്പങ്ങൾ കേട്ടു. എങ്ങനെയാ നിങ്ങൾ നിസ്കരിക്കാൻ നിന്നാ എങ്ങനെയാ നോക്കുക കേട്ടോ. ഇതാ കുന്തും ഇല സലാത്തി കാമു കുസാല മടിയന്മാരായി. പിന്നെ അള്ളാന്റെ റസൂൽ പറഞ്ഞു 4 കാര്യം, അത് പ്രത്യേകം എടുത്തു പറഞ്ഞു റസൂലുള്ള. അർബഉൻ മൻകുന്ന ഫീഹി കാന മുനാഫിക്കൻ ഖാലിസ. 4 കാര്യം ഒരാളിലുണ്ടായാൽ ഓന് പക്കാ മുനാഫിക്കാണ്. മുനാഫിക്കൻ ഖാലിസ് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി പറയാവുന്ന പക്ക. നമ്മൾ പറയില്ലേ വാഹനത്തിനൊക്കെ ടെമ്പററി പെർമിറ്റ് ഉണ്ടാവും, പക്ക പെർമിറ്റ് ഉണ്ടാവും അല്ലേ? ടെമ്പററി ഉണ്ടാവും. അതുപോലെ മുനാഫിക്കിന്റെ പെർമനന്റ് ആയ ആളാണ് ആര്? 4 കാര്യം ഒരാളുണ്ടായാൽ. ഒമൻ കാനത്ത് ഫീ ഹസ്ല, ആ 4 കാര്യങ്ങളിൽ ഒന്നുണ്ടായാലോ കാനത്ത് ഫീ ഹസ്ലത്തു മിനഫ്, അയാൾക്ക് നിഫാഖിന്റെ 1/4 4 മുനാഫിക്കിന്റെ ഏറ്റവും കൃത്യമായ അടയാളം. അതിലൊന്നുണ്ടായാൽ 1/4 കാല്. അപ്പൊ കാല് മുനാഫിക്കാണ്. അതേതൊക്കെ നമ്മൾ നോക്കുന്നു. ഹത്താ യദാഹ, ആ 4 കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നവരെ ഇയാൾ ഇങ്ങനെ അയക്കും. എന്തൊക്കെ? 1 ഇത് ഏറ്റുമിന ഖാന, വിശ്വസിച്ചെന്ത് പറഞ്ഞാലും ചതിക്കും. നിങ്ങൾക്കുണ്ടാ അനുഭവം ഉണ്ടോ? നിങ്ങൾ വിശ്വസിച്ചിട്ട് ഒരാളുടെ ഒരു കാര്യം പറഞ്ഞു, ആ കാര്യം നിങ്ങൾ ആരോടും പറയരുത്, എൻ്റെ ഒരു രഹസ്യമായ കാര്യമാണ്. അതെന്തായിരുന്നാലും ഇപ്പൊ കേട്ടോൻ ഒരാളോട് പറയും, അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ ഞാൻ മുനാഫിക്കാകുകയാണ്. ഓനക്ക് അള്ള കൊടുത്ത ഗ്യാരണ്ടി എന്താണ്? നരകം അല്ലെ? വഅദല്ലാഹുൽ മുനാഫിഖീന വൽ മുനാഫിഖാത്തി നാറ ജഹന്നം. ജഹന്നം എന്ന് പറയുന്ന നരകമാണ് അള്ളാഹു ഓഫർ ചെയ്തിരിക്കുന്നത്. അത് ഗ്യാരണ്ടി എന്നാ പറഞ്ഞത്. വാദാരണം എന്താ അറിയോ? ഗ്യാരണ്ടി ചെയ്തു, ഉറപ്പ് കൊടുത്തിരിക്കുന്നു. അപ്പൊ ഒന്നാമത്തത് വിശ്വസിച്ചാൽ ചതിക്കും, അതാണായാലും പെണ്ണായാലും. ചിലപ്പോൾ ചില ആൾക്കാർ മാനം വരെ പോയി പോവും അല്ലെ? നിങ്ങൾ പറഞ്ഞ കാര്യമായിരിക്കും, പക്ഷെ അത് മറ്റവൻ പോയിട്ട് മറ്റവരോട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളത് ആരും അറിയാനുള്ള നിങ്ങൾ വളരെ തല ഉയർത്തി സംസാരിക്കും. അപ്പോഴാ പറയും, ഇപ്പം പറഞ്ഞല്ലോ നിങ്ങളിത് പറഞ്ഞത് അല്ലെ? ഉണ്ടല്ലേ? എത്ര കുടുംബം അതിന്റെ പേരിൽ അനാഥായിട്ടുണ്ട്, അപകടത്തിൽപ്പെട്ടിട്ടുണ്ടല്ലേ? ഇതിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ ഈ വിഷയം ഉണ്ടായാലും ആണും പെണ്ണും ഒരുപോലെ അല്ലേ? വിശ്വസിച്ചാൽ ചതിക്കും. പിന്നെ വൈദ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കളവ് പറയും. സംസാരിച്ചാൽ ഒരു 10 ജുംല സംസാരിച്ചാൽ 10 വാചകം ഉപയോഗിച്ചാൽ അതിൽ 2 എണ്ണം കളവായിരിക്കും, 8 എണ്ണയിൽ സത്യം ഉണ്ടാവും. മിക്സ് ചെയ്യും എപ്പോഴും. ഏത് സംസാരത്തിലും ഉണ്ടോ? ഏത് സംസാരത്തിലും 2 സത്യവും. ആ 2 സത്യത്തിനാ അറിയോ? മൂപ്പര് നല്ല ആളാന്ന് മറ്റവനെ വിശ്വസിപ്പിക്കാനാ. ആ 2 ബാക്കിയോ കളവായിരിക്കും. പിന്നെ വൈദ ആഹദ ഓദറ, കരാർ ചെയ്താൽ ലംഘിക്കും. എന്ത് കരാർ? നിസ്സാരമായ കരാറായാലും. ഇപ്പൊ പൈസ കടം വാങ്ങി അടുത്ത ആഴ്ച തരാണോ കിട്ടൂല. ഓനക്ക് ചിലപ്പോൾ കൊടുക്കാൻ കഴിയാടാ അല്ലേ? അതൊക്കെ മനുഷ്യ സഹായം. കടം വാങ്ങലും കൊടുക്കലും വാങ്ങലും ഒക്കെ മുസ്ലിങ്ങൾ തമ്മിൽ വേണ്ടതാണ്. പക്ഷെ ഇവൻ കടം വാങ്ങിയാൽ ഇവൻ വാങ്ങുമ്പോൾ എന്താ അറിയാമോ? അടുത്ത ആഴ്ച ഞാൻ പറയാൻ കാരണം എനിക്ക് നാളെ കിട്ടും. അത് ഇവനെ വിശ്വസിപ്പിക്കാനാണ് ഈ പൈസ കടം കിട്ടാൻ വേണ്ടി. നാളെ കിട്ടും. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് അറിയാം നീട്ടി പറയുന്നത്?
നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവണ്ട, ഞാൻ തന്നിരിക്കും, വല്ലാഹി തമ്പുരാനാണ് സത്യം, അതിനൊരു അള്ളാഹിനെയും കൊണ്ടുവരും. അല്ലേ? അള്ളാഹിനെ പിടിച്ച സത്യം ചെയ്ത് ഈ മുനാഫിക്ക്. ഇപ്പോഴോ പിന്നെ പിറ്റത്താഴ്ച മൂപ്പര് കൊടുത്തില്ല, ഒരു മാസം കഴിഞ്ഞിട്ട് ആയിരിക്കും ഈ കടം വാങ്ങിയതിനെ പിന്നെ കാണുക. അപ്പൊ നിങ്ങൾ എന്നോടൊരു പൈസ വാങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് തരാറില്ലേനോ? അത് ഞാൻ തന്നിട്ടില്ല. നമ്മൾ വിചാരിക്കും പിന്നെ ഞമ്മക്ക് മറന്നു ഏതാണ്, ഓനക്ക് മറന്നു ഏതാണ്. അല്ലേ? എത്ര ഉണ്ടാ ഉപ്പപ്പള്ളിയിൽ ഈ ജാതി? ഞാൻ അടക്കാട്ടോ, ഞാൻ ഇന്ന് ഒഴിവാക്കി പറയുന്നില്ല. കടം വാങ്ങിയല്ല എന്നാ പടച്ചോനാണ് സത്യമായിട്ട് മറന്നുപോയിക്കും, നിന്റെ ധാരം തന്നിക്കുന്ന. പിന്നെ ചിലവര് നിങ്ങൾ അറിഞ്ഞില്ല, നമ്മളെ വല്യാപ്പ മരിച്ചത്. ഏത് വല്യാപ്പ? ആയിരുന്നു ആവാ, നാട്ടിലൊക്കെ അപ്പോൾ വല്യാപ്പല്ലേ. മുനാഫിക്കുകൾ ഭയങ്കരമായ, അത് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, യുഹാദിയൂന അല്ലാഹ വല്ലദീന ആമനു, അവർ വിശ്വസിച്ചവരെയും അള്ളാഹുവിനെയും വഞ്ചിച്ചുകൊണ്ടാണ് ജീവിക്കുക. എന്നാൽ വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും, അവർ സ്വന്തത്തെ വഞ്ചിച്ചുകൊണ്ടാണ് മരിക്കുക. അപ്പം മരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിഫാഖും പേറി മരിക്കാനുള്ള ഇടവരുത്തരുത് കേട്ടോ. ഇപ്പോഴേ കൽബ് ശുദ്ധാക്കാൻ പറ്റൂ, ഇപ്പോഴേ നിങ്ങളുടെ അമല് നന്നാക്കാൻ പറ്റൂ. ഇപ്പം ഞാൻ നിങ്ങൾ ഹയാത്തിലുണ്ട്, ഞാൻ ഈ പറയുന്ന ഓരോ ശബ്ദവും എൻ്റെയും നിങ്ങളുടെയും കൽബിലേക്ക് തുളച്ചു കയറണം. എന്നിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ശുദ്ധീകരിക്കണം കേട്ടോ. അപ്പോൾ ഇതാ പറഞ്ഞെന്താ, ഇതാ ആഹത വദറ. അല്ലേ? അള്ളാഹിനോട് പോലും കരാറെടുത്തിട്ട് നമ്മൾ ലംഘിച്ചില്ലേ? അല്ലേ? ഇപ്പോൾ നിസ്കരിക്കാൻ കൈയെട്ടിയാൽ സാധാരണ അള്ളാഹിന്റെ റസൂൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ 2 തരം ദുആഉൽ ഇഫ്തിതാഹുണ്ട്. അതിൽ വളരെ മുമ്പുള്ള ആളുകളൊക്കെ പഠിച്ചിട്ടുണ്ടായ മിക്കവാറും ഒരു കരാറാണ്. അല്ലേ? എന്താണ്? വജ്ജഹ്തു വജിയ, എന്റെ മുഖത്തെ ഞാൻ എന്താ തിരിച്ചിരിക്കുന്നു. അങ്ങോട്ട് ലില്ലദീ ഫത്തറ സമാവാതി വൽ അർദ്, ശുദ്ധ ശൂന്യതയിൽ നിന്ന് ആകാശഭൂമികളെ സൃഷ്ടിച്ച അല്ലാഹുവേ, നിന്റെ നേരതാ ഞാൻ എന്റെ മുഖം. സ്ത്രീകൾ കയ്യേറ്റിയാളാട്ടോ, സ്ത്രീകൾ കയ്യേറ്റിയാളാ. എന്റെ മുഖം ശുദ്ധ ശൂന്യതയിൽ നിന്ന് ആകാശഭൂമികളെ സൃഷ്ടിച്ച അല്ലാഹുവേ, നിന്നിലേക്ക് തിരിച്ചിരിക്കുകയാണ്. ഹനീഫൻ മുസ്ലിമൻ, ഹൃജുമനസ്കനായിക്കൊണ്ട്, യഥാർത്ഥ തികഞ്ഞ മുസ്ലിം ആയിക്കൊണ്ട് ഞാൻ തിരിച്ചിരിക്കുകയാണ്. ഒമാനങ്ങൾ മുശ്രിക്ക്, ഞാൻ മുശ്രിക്കല്ല പഠിച്ചോനെ. ഉണ്ടോ? ഇന്ന സലാത്തി, ഇത് അന്യ കരാറ്. പഠിച്ചോനെ എൻ്റെ നിസ്കാരം, ഒരു നുസുക്കി, ഞാൻ ജീവിതത്തിൽ സഹിക്കുന്ന എല്ലാ ഇബാദത്തുകളും എല്ലാ ത്യാഗങ്ങളും, അതാണ് നുസ്ക്. ഓ മഹിയായ, ഞാൻ ജീവിക്കുന്നത് പോലും, എൻ്റെ ഹയാത്ത് പോലും. ഓ മമാത്തി, എൻ്റെ മൗത്തും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതായ അള്ളാഹുവിന. പച്ചക്കള്ളത്തിലല്ലേ ഇത്? നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി കഴിഞ്ഞാൽ പിന്നെ മൂപ്പര് പോണ ബട്ടി പൈസ വിരിക്കാനാണ്. അല്ലേ? അപ്പം എന്തായത്? ഇതാ ആഹത, കരാറ് ചെയ്താൽ ഹോദറ, വഞ്ചിച്ചിരിക്കുക. അള്ളാനെ പോലും വഞ്ചിച്ചാ ജീവിക്കുന്നു കേട്ടോ. ഇനിയോ ഒയ്താ ഹാസമ ഫജറ, തമ്മിൽ തെറ്റിയാൽ പറയാൻ പറ്റാത്ത എല്ലാം വിളിച്ചു പറയും. മുനാഫിക്കിന്റെ അടയാളം. നിങ്ങൾ ലോകത്തിലാണ് സമയത്ത് നിന്റെ ചങ്കാണെന്ന് പറഞ്ഞു അല്ലേ? തെറ്റിയപ്പോഴോ? അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു പോയത് എനിക്ക് അറിയില്ലായിരുന്നു. ഓനെപ്പോലത്തെ ഒരു തമ്മാടി. അതാരാ കേൾക്കുന്നത്? വേറൊരു മൂമിൻ കേൾക്കാൻ നിൽക്കരുത് കേട്ടോ. കേൾക്കുന്നതിന് ശിക്ഷയിൽ സമാവും. അത് നീ ഓനോട് നേരിട്ട് പറയാം, എന്നോട് പറയണ്ട. ചിലർക്കൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും മറ്റുള്ളവരെ പറ്റിയുള്ള കുറ്റം കേൾക്കാൻ എന്ത് രസം അറിയാം അല്ലേ? സാധാരണ അയാൾ ഇങ്ങനെയെന്ന് പറയുമ്പോൾ എന്നിട്ട് അല്ല എന്നോട് പറയുന്നില്ല, അല്ല പറയും, അറിയാനാ, നമ്മളും അറിഞ്ഞിരിക്കണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവന്റെ പിന്നാലെ കൂടും. എന്നിട്ടെങ്കിലും ഇവന്റെ സാലിയായ ആത്മാവ് ഇവൻ പോക്കും. കാരണം പരസ്പരം ബന്ധുക്കളവരെ. അപ്പൊ അതുകൊണ്ട് ചുഴിഞ്ഞന്വേഷിക്കരുതെന്ന് പറയാൻ കാണുക. ലാ തജസ്സസു, നിങ്ങൾ ഒരാളുടെയും രഹസ്യം ചുഴിഞ്ഞന്വേഷിക്കരുത്. ഒരാളുടെയും. നിങ്ങളെ രഹസ്യം ശുദ്ധീകരിക്കാൻ ശ്രമിക്കുക. നടക്കുമോ? നമുക്ക് ഏറ്റവും ഇഷ്ടം മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കുക, അതെങ്ങനെയെങ്കിലും പ്രചരിപ്പിക്കാൻ പറ്റുമോ നോക്കുക. അല്ലേ? ആവും വിധം. ചിലർ എനിക്കിപ്പോൾ ഇത്ര ആരോഗ്യമുള്ളൂ, ഇപ്പോൾ ആരോഗ്യം ഉണ്ടായതിന് ഞാൻ ഇതിലും കൂടുതൽ പ്രചരിപ്പിക്കുകയായിരുന്നു അല്ലേ? അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പം അതുകൊണ്ട് കരാറുകൾ ലംഘിക്കുക കേട്ടോ. ഇത്തരം ആളുകളിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടണം. പിന്നെ നമ്മൾ ജീവിക്കുന്നത് സുഖിക്കാനാണ്. ആ സുഖമൊക്കെ കഴിഞ്ഞ് അവസാനം മയ്യത്ത് പുറത്തേക്കായിട്ട് പോയാൽ ബുദ്ധിമുട്ടിപ്പോകും. അതുകൊണ്ട് ഇമാം ഇബ്നു ഖയ്യിം പറഞ്ഞതുപോലെ ഇദാലം യുഖ്ലിസ്, ഇഖ്ലാസ് ഇല്ലേ ഫലാത്തത്ത്, ഒരു പണിയെടുത്താൽ ക്ഷീണിക്കണ്ട, ഒരു പണിയെടുക്കണ്ട. നിസ്കരിക്കും വേണ്ട, നോമ്പ് വെൽക്കും വേണ്ട, ഉംറക്കും വേണ്ട, അജ്ജിനും വേണ്ട, ഒന്നും വേണ്ട. അപ്പം അതുകൊണ്ട് ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അചഞ്ചലമായ ഈമാൻ നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട്
പ്രയാസങ്ങളുടെ കാലഘട്ടത്തിലേക്കാണ് ലോകം കടന്നു പോകുന്നത്. കാലവർഷത്തിൻ്റെ ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹിൽ മുഅ്മിനൂന അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസിക്കും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കണം. ഇതാണ് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നത്. ഖൽബിൽ നിഫാക്ക് വരാതിരിക്കാൻ, പ്രവർത്തനത്തിൽ നിഫാക്ക് വരാതിരിക്കാൻ നിരന്തരമായി പ്രാർത്ഥിക്കണം കേട്ടോ. സഹാബത്തെല്ലാം ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട അതാണ്. നമ്മുടെ സ്വഭാവം പലപ്പോഴും ഈമാന്, ഇസ്ലാമ്, തഖ്വ അതൊക്കെ അഭിനയാകും. അതൊക്കെ അഭിനയമാണെങ്കിൽ മുനാഫിക്കാണ്. നല്ല ഈമാനുള്ളമായി നടക്കുക, ഇസ്ലാമുള്ളമായി നടക്കുക. പിന്നെ ഒറ്റക്കായാലോ ഇസ്ലാമിനെയും ഈമാനിനെയും ഒക്കെ പിച്ചിക്കീറി ജീവിക്കുക. മനസ്സിലായോ? ഇതൊക്കെ നിങ്ങളെ ഖൽബിന്റെ അകത്തളത്തിൽ തുളച്ചു കയറേണ്ട അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഇനി നമ്മളെ മുഅ്മിനീങ്ങളാണെങ്കിൽ ഓല ഹാല നമുക്കൊന്ന് കേൾക്കാം. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത്. ഈ ഓൾക്ക് നിഫാഖില്ല കേട്ടോ, മുഅ്മിനീങ്ങളാണ്, സത്യവിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും. ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്, അവരും പരസ്പര ബന്ധുക്കളാണ്. അവരെന്താ ചെയ്യുക? നേരത്തെ എന്താ ചെയ്തത്? മുനാഫിഖീങ്ങൾ എല്ലാ ദുരാചാരവും പ്രചരിപ്പിച്ചു, എല്ലാ സദാചാരവും എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു. മുഅ്മിനീങ്ങളോ അവർ പരസ്പരം ബന്ധുക്കളാണ്. അവരെ പണി എന്താ? യഅ്മുറൂന ബിൽ മഅറൂഫ്, അവർ നന്മകൾ പരസ്പരം കൽപ്പിച്ചുകൊണ്ടേയിരിക്കും. അതെവിടെയായിരുന്നാലും സാധാരണ നമ്മളൊക്കെ നമ്മളെ കുടുംബത്തിലോ ബന്ധുക്കളിലോ ദുരാചാരം നടക്കുകയാണെങ്കിൽ നമ്മൾ കൽപ്പിക്കാൻ നിൽക്കൂല. നമ്മൾ വേറെ ആളോട് പറയും, നിങ്ങളൊന്ന് പറയും അല്ലേ? അത് മൂമിനല്ല. മൂമിൻ നേരിട്ട് പറയും. യഅ്മുറൂന ബിൽ മഅറൂഫ്, സദാചാരം കൽപ്പിക്കും. വയൻഹൗന അനിൽ മുങ്കർ, ആണും പെണ്ണും തിന്മ വിരോധിക്കും. അപ്പം എന്താ പറയുക? ഞാനിപ്പോൾ ഓരോട് നന്മ കൽപ്പിച്ചാൽ, ഞാൻ ഓൾ ചെയ്യുന്ന തിന്മ വിരോധിച്ചാൽ ഞാനും ഓൾ തമ്മിലുള്ള ബന്ധം മുറിഞ്ഞു പോകും. പക്ഷെ ഇത് ചെയ്യാണ്ടിരുന്ന അജ്ജു അല്ലായിട്ടുള്ള ബന്ധം മുറിയും. ഏതാ വേണ്ടത്? ചിന്തിക്കുക. ഏതാ വേണ്ടത്? നമ്മളൊക്കെ വേണ്ടത് എടുക്കുക. മുനാഫിക്കാണെങ്കിൽ എടുക്കുക. ഏതാ? ജനങ്ങളുടെ സ്നേഹം വേണം, അള്ളാന്റെ സ്നേഹം പ്രശ്നമല്ല. അതുകൊണ്ട് നമ്മൾ നന്മ കൽപ്പിക്കൂല, തിന്മ. അത് നമ്മളെ കുടുംബത്താണെങ്കിൽ പ്രത്യേകിച്ച് അതാ പറഞ്ഞത്. പിന്നെ യുഖീമുന സലാത്ത്, അവർ നമസ്കാരം കൃത്യമായി നിർവഹിക്കും. മുഅ്മിനീങ്ങൾ കൃത്യമായി നിർവഹിക്കും കേട്ടോ. ഓല് നിസ്കരിക്കാൻ നിന്നാൽ മടിയുള്ളവരല്ല, ഓല് അള്ളാഹിനോട് അടുക്കും. ഇത് മഹാനായ ഇബ്നു ഉമറൊക്കെ നമസ്കരിച്ചപ്പോളെ രാത്രി നിസ്കരിച്ചിട്ട് തല കറങ്ങി താഴെ വീണു നിസ്കരിക്കുമ്പോൾ. അപ്പോൾ ശബ്ദം കേട്ട് ഭാര്യ വന്ന് നോക്കുമ്പോൾ നിലത്ത് വീണ് കിടന്നിട്ട് ഓതുകയാണ്. എന്താ ഓതുന്നത്? ഫഅൻദർതുകും നാറൻ തലല്ലാ ലാ യസ്ലാഹാ ഇല്ലൽ അഷ്ഖാ. കണ്ണീരിങ്ങനെ ആ വീട്ടിന്റെ അകത്തളത്തിൽ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഭാര്യ വന്ന് എടുത്ത് മടിയിൽ വെച്ചപ്പം ഓതുന്നത് ഇതാണ്: ഫഅൻദർതുകും നാറൻ തലല്ലാ, ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന നരകത്തെക്കുറിച്ച് ഞാൻ എന്താ നിങ്ങൾക്ക് താക്കീത് നൽകുകയാണ്. ലാ യസ്ലാഹ ഇല്ലൽ അഷ്ഖാ, ലോകത്ത് ജീവിച്ച ഏറ്റവും ഭാഗ്യം കെട്ടവരല്ലാതെ ആ നരകത്തിൽ പ്രവേശിക്കുക എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. അതാണ് ഓതിക്കൊണ്ടിരിക്കുന്നത്. അല്ല ഗ്യാരണ്ടി കൊടുക്കുകയാണ്. എന്തിന്? മുനാഫിഖീങ്ങൾക്ക് നരകം. ഇപ്പൊ നമ്മൾ ചോദിക്കേണ്ട റബ്ബിനോട് കൽബ് ശുദ്ധാവാൻ അല്ലേ? നമ്മളൊക്കെ ബാധിക്കും. ഇപ്പൊ ഒരു സമയത്ത് നമ്മൾ മൂമിനാണെങ്കിൽ മറ്റേ അടുത്ത സെക്കൻഡിൽ നമ്മൾ നിഫാക്ക് നമ്മളിലേക്ക് വരും അല്ലേ? നിഫാക്ക് വരാൻ ഒരു പണിയില്ല, ഒരു പണിയെടുക്കണ്ട, വേഗം വന്നോളൂ. മൂമിനാകാൻ ഒരുപാട് അധ്വാനിക്കണം. നിഫാക്ക് വരാൻ ഒരു പണിയെടുക്കേണ്ട പിശാചി നിങ്ങൾ കൊടുത്തരും കേട്ടോ. അപ്പോൾ നമസ്കാരം കൃത്യമായി നിർവഹിക്കുമ്പോൾ യൂത്തൂന സക്കാത്ത്, അവർ സക്കാത്തൊക്കെ കൃത്യമായിട്ട് കൊടുക്കും മുഅ്മിനീങ്ങൾ കേട്ടോ. യുത്തീഊന അല്ലാഹ വ റസൂല, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചായിരിക്കും അവരുടെ ജീവിതം. ഉലായിക സയർഹമുള്ള, അള്ളാഹു അവർക്ക് ഒരുപാട് കരുണ ചെയ്യും. ഇന്നല്ലാഹ അസീസുൻ ഹക്കീം, അള്ളാഹു പ്രതാപശാലിയും തത്വജ്ഞാനിയുമാണ്. ആ അള്ളാഹു എല്ലാം തരാൻ തയ്യാറാണ്. അപ്പം അതുകൊണ്ട് കുറച്ചുകൂടി ശ്രദ്ധിക്കുക. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറഞ്ഞു: വാദല്ലാഹുൽ മുഅ്മിനീൻ വൽ മുഅ്മിനാത്ത്, വിശ്വാസികളായി ജീവിക്കുന്ന ആണായാലും പെണ്ണായാലും അള്ളാഹു ഗ്യാരണ്ടി കൊടുക്കുക. ഗ്യാരണ്ടി വാദല്ലാഹ്, അവിടെ വാദാന്ന് ഉപയോഗിച്ചു. വാദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, എന്താ ഗ്യാരണ്ടി? ജന്നാത്തിൻ തജരീ മിൻ തഹ്തിൽ അൻഹാർ, താഴ്ഭാഗത്തു കൂടി ഒഴുകുന്ന നദികൾ ഒഴുകുന്ന
സ്വർഗപൂങ്കാവനം അവർക്ക് അല്ലാഹു കൊടുക്കാം. മസാക്കിന് തയ്യിബ, ഏറ്റവും വിശിഷ്ടമായ താമസ സ്ഥലവും. ഖബറിലേക്കാൾ മയ്യത്തുണ്ടായാലേ എന്ന് മാത്രമല്ല, ഫി ജന്നാത്തി അതിൻ, ഏദൻ തോട്ടത്തിൽ, ശാശ്വതമായ സ്വർഗത്തിൽ. റിദ്വാനും മിനല്ലാഹി അക്ബർ, അതിനും പുറമെ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ തൃപ്തി, അതാണല്ലോ ഏറ്റവും വലുത്. റിദ്വാനും മിനല്ലാഹി അക്ബർ, ദാലിക ഹുവൽ ഫൗസുൽ അലീം. ആ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് മഹാഭാഗ്യമാണ്. ആ മഹാഭാഗ്യം മുഅ്മിനീങ്ങൾക്കാണ്. അള്ളാഹു ആ ഭാഗ്യം നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. കൽബിൽ വന്നുപോയ, പ്രവർത്തനത്തിൽ വന്നുപോയ എല്ലാ നിഫാക്കും റഹ്മാനായ റബ്ബ് എനിക്കും നിങ്ങൾക്കും പുറത്തു മാപ്പായി തരുമാറാകട്ടെ. ഏതായിരുന്നാലും നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളിലും അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. എപ്പോഴും പ്രാർത്ഥിക്കുക. എന്താ നമ്മൾ പ്രാർത്ഥിച്ചത്? അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചെന്താണ്? അല്ലാഹുമ്മ തഹ്ഹിർ ഖൽബി മിനൻ നിഫാഖ്. എന്നോട് പറഞ്ഞു നോക്കി നിങ്ങൾ മനസ്സുകൊണ്ട്. അല്ലാഹുമ്മ തഹ്ഹിർ ഖൽബി മിനൻ നിഫാഖ്, പിന്നെ വ അമലി മിനർ റിയാ വ ഐനി മിനൽ ഖിയാന ഫഇന്നക തഅലം ഖായിനത്തൽ അയ്യുൻ വമാ തുഖ്ഫി സുദൂർ. പ്രാർത്ഥിക്കാൻ വലിയ പണിയൊന്നുമില്ല, 2-3 വാചകമുള്ളൂ. ഇനി അതൊന്നും നമുക്ക് അറിയില്ലെങ്കിൽ അല്ലാഹുമ്മ തഹ്ഹിർ ഖൽബി മിനൻ നിഫാഖ്, കൽബിനെ പഠിച്ചോനെ കാപ്പറ്റിൽ നിന്ന് ശുദ്ധീകരിക്കണേ പഠിച്ചോനെ. തഹ്ഹിർ ഖൽബി, എന്റെ കൽബിനെ തഹൂറാക്കണം. വളരെ ഈസിയായിട്ട് പറയാൻ കഴിയണം. ഇനി നിസ്കരിക്കാൻ ഇന്ന് അങ്ങനെ, ഇനി സക്കാത്ത് കൊടുത്താലോ? ഇവര് സക്കാത്ത് കൊടുക്കും, അവര് മുനാഫിക്കങ്ങൾ. അവരോ അതും പറഞ്ഞിട്ടുണ്ടല്ല. വല്ലദീന യുൻഫിഖൂന അംവാലഹും, അവർ അവരുടെ പണം ചെലവഴിക്കും. റിആ അന്നാസ്, ജനങ്ങൾ കാണാൻ വേണ്ടി. വലാ യുഅ്മിനൂന ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും പരലോകത്തിലും വിശ്വാസം ഉണ്ടാവില്ല. അപ്പൊ നിസ്കരിച്ചാൽ മടിയന്മാർ, ധനം ചെലവഴിച്ചാൽ അവർ ജനങ്ങളെ കാണിക്കാനാ. ആരും കാണുന്നില്ലേ? കൊടുക്കൂല. ജനങ്ങൾ കാണേണ്ട പൈസ കൊടുക്കും. അപ്പൊ ഒക്കെ മനസ്സിലാക്കുക, എന്റെ കൽബിൽ നിഫാഖ് ഉണ്ട്. പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ തഹ്ഹിർ ഖൽബി മിനൻ നിഫാഖ്. മറക്കൂല്ലോ? ഇന്നെങ്കിലും ഇതായിരിക്കുമല്ലോ, ഇന്നൊരു ദിവസമെങ്കിലും അല്ലേ? അല്ലാഹുമ്മ തഹ്ഹിർ ഖൽബി മിനൻ നിഫാഖ്. ഏതായാലും അല്ലാഹു നരകത്തിന്റെ ഏറ്റവും അടിയിലെത്തട്ട്, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാർ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ട് എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ഥാനം. നമ്മൾ സാറിന് പ്ലെയിനിൽ കയറിയാൽ ഏതാ? നമ്മൾ സാറിന് പ്ലെയിനിൽ കയറിയ ഏറ്റവും വലിയ ടോപ്പ് ഇതല്ലേ അവർക്ക്? അത് എന്താണ്? കച്ചവട അല്ലേ? ബിസിനസ് ക്ലാസ് അല്ലേ? ബിസിനസ് ക്ലാസ് അല്ലേ? എന്നാൽ നരകത്തിലൊരു ബിസിനസ് ക്ലാസ് ഉണ്ടാകും മുനാഫിക്കങ്ങൾക്ക്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മളുടെ മരണം പുൽകുമ്പോൾ ഈമാനോടുകൂടി, തഖ്വയോടുകൂടി, ഇഖ്ലാസോടുകൂടി മരിക്കാൻ എല്ലാ നിഫാക്കും മരിക്കും മുമ്പ് തന്നെ ഒഴിവാക്കി വളരെ ശുദ്ധരായി സംസാരത്തിൽ, പ്രവർത്തനങ്ങളിൽ ഒക്കെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി എനിക്ക് മരിക്കാൻ സമയമായിട്ടുണ്ട്. ചിലവരിപ്പം എന്തായിരിക്കും അറിയോ? ഇപ്പോഴൊന്നും ശുദ്ധീകരിക്കേണ്ട, വയസ്സിപ്പം എനിക്ക് 25 അള്ളാഹ്ക്ക് മരിക്കാൻ ടൈമൊന്നും വേണ്ട, വേണം. മഴക്കാല വരുന്നത്. എത്ര കുട്ടികളിപ്പം ഈ ആഴ്ച തന്നെ മരിച്ചു അല്ലേ? ചെറുപ്പക്കാർ കുട്ടികൾ അല്ലേ? വയസ്സും പ്രായവും നോക്കണ്ട, ധാരണോളി എപ്പോഴാ പോവാന്നറിയില്ല. അതുകൊണ്ടാണല്ലോ ഖുർആൻ പറഞ്ഞത്, ലാ തമൂതുന്ന, നിങ്ങൾ മരിക്കുന്നില്ല വ അൻതും മുസ്ലിമൂൻ, മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ. എല്ലാ വെള്ളിയാഴ്ച റസൂലുള്ളാഹിന്റെ വസിയത്താണ് ഖുർആനിലെ. അതും യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസ്തരെ, ലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ, മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ മരിക്കരുത്. അനുനിമിഷം മുസ്ലിമായി ജീവിച്ചെങ്കിൽ മുസ്ലിമായി മരിക്കാൻ കഴിയും അല്ലേ? ഒരു നിമിഷം മുസ്ലിം അടുത്ത സമയത്ത് നിഫാഖായാലോ? കാപ്പട്യം അത് പെട്ടെന്ന് വരും. അതുകൊണ്ട് സൂക്ഷിക്കുക. റഹ്മാനായ റബ്ബ് നമ്മെ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് എനിക്കും എന്റെയും നിങ്ങളുടെയും കുടുംബാംഗങ്ങൾക്കും സ്വർഗത്തിൽ കുടുംബത്തോടെ പ്രവേശിക്കാൻ അല്ലാഹു തൗഫീഖും അനുഗ്രഹവും നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ മാനസിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവന്റെ ബർക്കത്ത് കൊണ്ട് അവൻ ദൂരീകരിച്ചു തരുമാറാകട്ടെ. ആരോഗ്യമുള്ള ജീവിതം മരണം വരെ നയിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മരണം വരെ ഈമാനോടുകൂടി യാത്ര പോകാൻ അല്ലാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ വ്യവഹാരങ്ങളിലും നിത്യവൃത്തിക്കുള്ള നമ്മുടെ അധ്വാനങ്ങളിലും ബർക്കത്ത് നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.